രക്ഷകർത്താക്കളെ സംബന്ധിച്ച് അവരുടെ കുട്ടികൾ ഹയർ സ്റ്റഡീസിനോ മറ്റോ അവരെ വിട്ട് കുടുംബം വിട്ട് ദൂര സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന സാഹചര്യം വരുമ്പോൾ അത് വലിയൊരു പേടിയുണ്ടാകുന്ന കാര്യമാണ്. അതിൽ പല പല ഘടകങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന പുതിയ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. കാരണം പുതിയൊരു സ്ഥലത്ത് ചെല്ലുന്നു, പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ബന്ധങ്ങളിൽ എന്തെല്ലാം രീതിയിൽ ശ്രദ്ധിക്കണം? കാരണം പേരൻസിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ആ കുട്ടികൾ തന്നെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഞാനിവിടെ സംസാരിക്കുന്ന പേരൻസിനോടല്ല, ശരിക്കും കുട്ടികളോടാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബി സെൽഫിഷ്. സ്വാർത്ഥരായിരിക്കുക. ഇപ്പോൾ നമ്മളെ നിസ്വാർത്ഥരാകാനാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സെൽഫിഷ് ആകരുത് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പൊതുവെ. അപ്പോൾ ഞാനിതൊരു പോസിറ്റീവായിട്ട് എടുക്കുകയാണ് സെൽഫിഷ്നെസ്സിനെ. കാരണം പോസിറ്റീവായിട്ട് സെൽഫിഷ്നെസ്സിനെ എടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപകാരം ചെയ്യരുത്, മറ്റുള്ളവരോടൊക്കെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറണം, ആ അർത്ഥത്തിലല്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ യുവർ വേൾഡ്, ദാറ്റ് ഈസ് യു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി ഞാനാണ്. എന്നെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി എനിക്ക് ഈ ലോകത്തിലില്ല. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തരും അവരവരുടെ ജീവിതമാണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുകയാണ്. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നും എന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് വേറൊരാളെ പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നും നിങ്ങൾ കൃത്യമായൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് ചെയ്ത് നിങ്ങളുടെ ജീവിതം സാക്രിഫൈസ് ചെയ്യാനൊക്കെ പോകും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ നശിക്കുമെന്നുള്ളതല്ലാണ്ട് വേറെ പ്രയോജനം അതുകൊണ്ട് ഉണ്ടാകത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക.